ഹായ്. സോ നമ്മളൊരു റോബോട്ടിക് ബിൽഡ് ചെയ്യാൻ പോവുക. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വി ഗോണ സോർട്ട് ദ കോമ്പണൻസ് ആൻഡ് ബൈ ദം. അപ്പം കോമ്പണൻസ് ബൈ ചെയ്യാനായിട്ട് ബേസിക്കലി നമുക്ക് ഇൻ ദ മാർക്കറ്റ് കറൻ്റ്ലി അഫോർഡബിൾ ആൻഡ് എഫക്റ്റീവ് വേയിൽ ബൈ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള 3 വെൻഡേഴ്സാണ് ഉള്ളത്. സോ ദേ ആർ ക്വാഡ്സ്, റോബു ആൻഡ് റോബോക്രൈസ്. സോ വി ഗോണ റിവ്യൂ ദ പ്രൈസസ് ഇൻ ഓൾ 3 ആൻഡ് അതിൽ നിന്ന് നമ്മൾ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് വേയിൽ എങ്ങനെ കോമ്പണൻസ് ബൈ ചെയ്യാമെന്നാണ് നമ്മൾ ഇതിൻ്റെ അത് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ക്വാഡ്സിൽ പോവാം. സോ ക്വാഡ്സിൽ ഞാൻ ഓൾറെഡി എനിക്ക് വേണ്ട കോമ്പണൻസും ലൈക്ക് എനിക്ക് റോബോട്ടിക് മാത്രം പോരാ, അത് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ബേസിക് കുറച്ച് കോമ്പണൻസും കൂടെ വേണം. ലൈക്ക് മൾട്ടിമീറ്റർ, സോൾഡറിങ് കിറ്റ് ആൻഡ് ഗ്ലൂഗൺ, അങ്ങനത്തെ കുറച്ച് കോമ്പണൻസ് വേണം. സോ ഐ ആം സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്. ലൈക്ക് ഇതിൽ ഞാൻ പുതിയതാണ്. സോ ലെറ്റ്സ് ബിൽഡ് ടുഗെദർ ആൻഡ് ഗ്രോ. അപ്പം എനിക്ക് വേണ്ട കുറച്ച് കോമ്പണൻസ് ഞാൻ ഇവിടെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതിന് മെയിൻലി ആവശ്യമുള്ള കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ തിങ് മൈക്രോ കൺട്രോളർ. സോ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു അഡ്രീനോ യൂനോ ഉണ്ട്, ബട്ട് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് കേപ്പബിലിറ്റീസ് നമുക്ക് അതിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു ESP32-38 പിൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ സോൾഡറിങ് കിറ്റ്, അതായത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾഡറിങ് കിറ്റ് വേണ്ട, വേണമെങ്കിൽ നിങ്ങൾക്ക് സോൾഡറിങ് കിറ്റ് നിങ്ങളുടെ കാട്ടിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് തിങ് ഈസ് ബാറ്ററി ഹോൾഡേഴ്സ്. പക്ഷേ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ക്വാഡ്സി നല്ല ബൈ ചെയ്യാൻ പോകുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. സോ ബാറ്ററി ഹോൾഡേഴ്സ്, പിന്നെ ഈ ബാറ്ററീസ് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് മൊഡ്യൂൾ, ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഒരു ഹീറ്റ് സ്ലീവ്. അതെനിക്ക് ഹീറ്റ് സ്ലീവ് എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മേടിക്കുന്നത്. പിന്നെ മെയിൻ ഐറ്റം റോബോട്ടിക് കിറ്റ്. നമ്മളൊരു 4 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള റോബോട്ടിക് ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ സെർവോസ്, ഒരു കപ്പാസിറ്റർ ആൻഡ് മൾട്ടിമീറ്റർ. സോ ഇതിന് മൊത്തം ടോട്ടൽ ക്വാഡ്സിൽ ഏകദേശം 2400 ആവും. ബട്ട് ഇതിലും കൂടുതൽ സാധനങ്ങൾ നിങ്ങൾക്ക് 2400 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും കൺസെപ്റ്റ്. സോ നമ്മൾ നേരെ റോബോ പോവാം. സോ റോബോയിൽ ഞാൻ ഓൾറെഡി വാങ്ങിച്ചു ആൻഡ് ഇറ്റ്സ് കമ്മിങ്. ഡെലിവർ ആയിട്ടില്ല, വെയിറ്റിംഗ് ഫോർ ദ ഡെലിവറി. സോ നമ്മൾ ഈ ക്വാഡ്സിൽ കണ്ട കോമ്പണൻസ് റോബോവും റോബോക്രൈസിലേക്കും സ്പ്ലിറ്റ് ചെയ്തു. നമ്മൾ റോബോന്ന് മേടിക്കാൻ പോകുന്ന കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് ദ മെയിൻ ഐറ്റം ദ റോബോട്ടിക് ആം. സോ ഇതിന് നമ്മുടെ ക്വാഡ്സിൽ വില 397 രൂപ. ബട്ട് ഇതല്ല ഇതിൻ്റെ റിയൽ പ്രൈസ്, ഇതിൽ കൂടും കാരണം ടാക്സസ് വരും. നമ്മൾ ഫൈനലി കണ്ടില്ലേ 2400 ടാക്സസ് കയറി വരും. പക്ഷേ ഇത് വിത്ത് ടാക്സാണ് 2279 രൂപ. പിന്നെ മൾട്ടിമീറ്റർ, അവിടെ കണ്ട സെയിം മൾട്ടിമീറ്റർ ഐ ഗസ് എബൌട്ട് സെയിം പ്രൈസാണ്, ബട്ട് ഇത് വിത്ത് ടാക്സസ് ആണ്. സോ ബെറ്റർ ഓപ്ഷൻ. ദെൻ ബാറ്ററി ഹോൾഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാറ്ററീസ് ചാർജ് ചെയ്യാനായിട്ട്. സോ നമുക്ക് വി ആർ യൂസിങ് 2 ബാറ്ററീസ് അറ്റ് ദ സെയിം ടൈം ഫോർ പവറിങ് ദ റോബോട്ടിക് ആം. അപ്പം വി നീഡ് ടു ചാർജ് ദം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 1 by 1 ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫോർ ചാർജിങ് ഇറ്റ് നമ്മൾ ഇതും ആൻഡ് ഇതിനൊരു ചാർജിങ് മോഡ്യൂളാണ്, അത് നമ്മൾ റോബോക്രൈസിന് പോട്ടി ബൈ. സോ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഹോൾഡർ ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട് റോബോന്ന്. ദെൻ ഹീറ്റ് സ്ലീവ്, അത് വേണമെങ്കിൽ മതി, ഇറ്റ്സ് ഓപ്ഷണൽ. 14 രൂപ 2 മീറ്ററിന്. സോ അതിങ്ങെടുത്തു. പിന്നെ സോൾഡറിങ് കിറ്റ്, എന്തെങ്കിലും സോൾഡറിങ് കിറ്റില്ല. സോ ഒരു സോൾഡറിങ് കിറ്റ്, ലൈക്ക് ഇതൊരു 7-in-1 ഒരു പൊട്ടൻഷ്യോമീറ്റർ. ടോട്ടൽ കോസ്റ്റ് 1000 ആക്കാൻ വേണ്ടി എടുത്തതാണ്. കാരണം 1000 ആക്കിയാൽ നമുക്ക് ഡെലിവറി ഫ്രീ ആണ്. അപ്പോൾ ലൈക്ക് എബൌട്ട് എനിക്ക് തോന്നുന്നു ഒരു 982 എന്തോ ആയിരുന്നു എൻ്റെ പ്രൈസ്. ലൈക്ക് ബാലൻസ് എനിക്ക് വേണ്ട കോമ്പണൻസ് എല്ലാം വന്നപ്പോൾ പിന്നെ ഒരു 1000 ആക്കി എനിക്ക് ഡെലിവറി ഫീ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കണം. സോ ഐ ഗോ ഫോർ പൊട്ടൻഷ്യോമീറ്റർ. അത്ര സാധനം നമ്മൾ റോബോന്ന് എടുത്തു. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് നമ്മൾ നേരെ റോബോക്രൈസിൽ പോകും. റോബോക്രൈസിൽ നിന്ന്
റോബോക്രേസിൻ്റെ ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തു, സാധനം ഡെലിവറായി, അൺബോക്സ് ചെയ്തിട്ടില്ല, അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ അൺബോക്സ് ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മളെടുത്ത സാധനങ്ങൾ, ഫസ്റ്റ് തിങ് ESP32 അറിയാലോ, ദ മെയിൻ തിങ്, അതെടുത്തു. ദെൻ സെൽ ഹോൾഡർ, 2 സെൽ ഹോൾഡർ, ഇത് 2 എടുത്തല്ല, ഒരെണ്ണം മേടിച്ചത്, ഇത് കൈ തട്ടി 2 ആയതാണ്. അത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ശ്രദ്ധിച്ച് 2 ഉണ്ട്, ബട്ട് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ, സോ ജസ്റ്റ് ബൈ 1. പിന്നെ നമ്മൾ ബാറ്ററീസ് 2500 mAh 18650 3.7 വോൾട്ടിൻ്റെ 2 ബാറ്ററീസ്. പിന്നെ അടുത്തത് കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ എടുക്കുന്നത് നല്ലതാണ്. ഗ്ലൂഗൺ ഉള്ളവർക്ക് ഗ്ലൂഗൺ മേടിക്കാൻ, ഈ ഗ്ലൂഗൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ, സോ ഈ ഗ്ലൂഗൺ സോൾഡറിങ് കിറ്റ് മൾട്ടിമീറ്ററൊക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് അബൌട്ട് 2000 പരിപാടി തീർക്കാം. പിന്നെ അതിൻ്റെ ഗ്ലൂ സ്റ്റിക്ക്. പിന്നെ ഇതാണ് നമ്മുടെ ചാർജർ, ബാറ്ററി ചാർജർ മോഡ്യൂൾ. ബാറ്ററി ചാർജർ മോഡ്യൂളിൻ്റെ കാര്യം പറയുമ്പോൾ, എടുക്കുമ്പോൾ ഈ IC ഫോർ ബാറ്ററി പ്രൊട്ടക്ഷൻ ഇതെടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ലൈക്ക് ബാറ്ററി പ്രൊട്ടക്ഷൻ ഉള്ളത് മേടിക്കുക. അല്ലാത്ത മറ്റേ ഈ കാണുന്ന TP4056 അതിന് ബാറ്ററി പ്രൊട്ടക്ഷൻ ഉള്ള മോഡ്യൂൾസ് ഉണ്ട്, ഇല്ലാത്ത മോഡ്യൂൾസ് ഉണ്ട്. അത് നോക്കിയെടുക്കണം. ഞാൻ നോക്കിയപ്പോൾ റോബോക്രേസിൽ അത് അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ സ്മാർട്ട് ക്ലിക്സിൻ്റെ ഇത് എടുത്തു തന്നു. ഓക്കെ, ഇതും TP4056 തന്നെയാണ്, ബട്ട് ആ ബാറ്ററി പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ലൈക്ക് ഇതിൻ്റെ പ്രൈസസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നോക്കുന്ന സമയത്ത് ഏതാണോ പ്രൈസ്, സോ അതിലെ നിങ്ങൾ ലൈക്ക് കമ്പയർ 3 സൈറ്റ്സ് ആൻഡ് അതിൽ നിന്ന് ബെസ്റ്റ് കിട്ടുന്നതിൽ മേടിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ദെൻ സ്ലൈഡ് സ്വിച്ച് അത്രേ ഉള്ളൂ. ദെൻ സർവോസ് MG90S സർവോസാണ് 180 ഡിഗ്രി. ആൻഡ് മറ്റേ വേറെ ഒരെണ്ണമുണ്ട്, ഇതിലും ചീപ്പായിട്ടുള്ളൊരു സർവോ ഉണ്ട്, ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് മച്ച് ബെറ്റർ. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഇത് SG മൈക്രോ സർവോ ഇതാണ് ഇതിനേക്കാളും കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ളത്, ബട്ട് അതിനേക്കാളും മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു സർവോ ആണിത്. അപ്പോൾ നമ്മൾ നേരെ ഇത് ചൂസ് ചെയ്തു. സോ ദീസ് ആർ തിങ്സ് നമ്മൾ മേടിച്ചു. സോ സാധനം ഡെലിവറായി. സോ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ഓഫ് ദ പ്രൊഡക്ട്സ് ഇൻ സെക്കൻഡ് പാർട്ട്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.